ഓലയോ ഓടോ മേഞ്ഞ പഴയ നാലുകെട്ടുകളിലും പുതിയ കോൺക്രീറ്റ് ടെറസ് വീടുകളിലും താമസിച്ചിട്ടുള്ളവർക്കറിയാം അവ തമ്മിലുള്ള വ്യത്യാസം, പ്രത്യേകിച്ച് നമ്മുടെ കൊടുംവേനലിൽ. പുറമെ എത്ര ചൂടായാലും ഓലമേഞ്ഞ വീടിനുള്ളിൽ വലിയ ആശ്വാസമായിരിക്കും. രണ്ട് അടുക്കായി ഓലമേയുമ്പോൾ അവയ്ക്കിടയിൽ തങ്ങിനിൽക്കുന്ന വായു അകത്തേക്ക് ചൂട് കടക്കാതെ സൂക്ഷിക്കുന്നു. കൂടാതെ വീടിനു ചുറ്റുമുള്ള വരാന്തയും വരാന്ത കവിഞ്ഞ് ചാഞ്ഞു നിൽക്കുന്ന മേൽക്കൂരയും സൂര്യപ്രകാശം നേരിട്ട് വീടിനകത്തോ ചുമരുകളിലോ തട്ടാതെ കാക്കുന്നു. പണ്ടൊക്കെ ചുമരുകൾ തടികൊണ്ടുണ്ടാക്കിയവയായിരുന്നു. തടി താരതമ്യേന കുറച്ചു ചൂട് മാത്രം കടത്തിവിടുന്ന വസ്തുവാണല്ലോ. നാലുകെട്ടും നടുമുറ്റവുമായുള്ള സംവിധാനത്തിൽ ധാരാളം ശുദ്ധവായു കടക്കുന്നതിനും വെയിലേൽക്കാതെ വെളിച്ചം കിട്ടുന്നതിനും പഴുതുണ്ട്. കോൺക്രീറ്റ് എളുപ്പം ചൂടുപിടിക്കുന്ന വസ്തുവാണ്. പകൽ സമയത്തെ വെയിൽ കൊണ്ട് കോൺക്രീറ്റ് മേൽക്കൂര ചൂടാകുന്നു. ടെറസ് വീടുകളിൽ പൊതുവെ ചുമരുകൾക്ക് പുറത്തേക്ക് കവിഞ്ഞു നിൽക്കുന്ന തട്ടില്ലാത്തതുകൊണ്ട് വെയിലേറ്റ് ചുമരുകളും ചൂടുപിടിക്കും. രാത്രിയായാലും ഇവയിൽ നിന്നും വമിക്കുന്ന ചൂട് അതിനുള്ളിൽ കഴിയുന്നവരുടെ ജീവിതം ദുസ്സഹമാക്കി തീർക്കും. ധാരാളം മഴയുള്ള നമ്മുടെ നാട്ടിൽ എളുപ്പത്തിൽ വെള്ളം വാർന്നുപോകാനും ചോർച്ചയുണ്ടാവാതിരിക്കാനും ചെരിഞ്ഞ മേൽക്കൂരയാണ് നല്ലത്. ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് പഴയമട്ടിലുള്ള വീടുകളാണ് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് കൂടുതൽ ഇണങ്ങുന്നത് എന്ന് പറയുന്നത്.